ഞാൻ 30 പേരോളം വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. വന്നിട്ടില്ല, ഇവിടെ എത്തിയിട്ടില്ല. ഓക്കെ, അതിപ്പോ അടുത്ത ദിവസം എത്തും. അതൊരു ചൈനീസ് ബ്രാൻഡാണ്, ചൈനീസ് മേക്ക് ആണത്. പക്ഷെ അതൊരു കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളം ആയത് എടുത്തിട്ട് കസ്റ്റമർ. ഓക്കെ, പക്ഷെ അധികം ഉപയോഗിച്ചിട്ടില്ല സാധനം. പിന്നെ അതിന്റെ ഒപ്പം 2 മെഷീനാണ്. ഒരു മെഷീൻ സെയിലായി, എന്റെ തന്നെ ഒരു കസ്റ്റമർ എടുത്ത്. ഇനി ഒരെണ്ണവും കൂടി എൻ്റെ അത് ബാക്കിയുണ്ട്. ഓക്കെ, 30 കിലോ. ഞാൻ വേണമെങ്കിൽ ഫോട്ടോ ഇട്ട് തരാം. അല്ല, ചൈനീസ് മെയ്ഡ് മെഷീൻസ് ആ കാറ്റഗറി അവർ ചൈനീസ് മെയ്ഡ് ആണ്. അതെ. അതിപ്പോ കസ്റ്റമർ നമ്മളോട് ചോദിക്കുന്നത് 375 അല്ല, പുതിയതിന് 550 പ്ലസ് GST അല്ലേ. 550 × 18% GST 99,000 രൂപ കൂടി കൂട്ടി 6,49,000 പ്ലസ് എന്തായാലും ഒരു 18,000 രൂപ ട്രാൻസ്പോർട്ടേഷനും വരും. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു 6,67,000 രൂപ വരുന്ന ഒരു സാധനമാണത്. നമുക്കൊരു 375 സാധനം കിട്ടും. എന്നുവെച്ചാൽ അവര് അതിൻ്റെ അകത്ത് ഒരു PLC, നിലവിലെ PLC ഉണ്ട്, അത് കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ ആ കംപ്ലൈന്റ് ആയിട്ട് പുതിയ PLC വെച്ച് തരാന്നാണ് എന്നോട് പറഞ്ഞത്. പുതിയതോ അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള PLC വെച്ച് തരാന്നാണ് കസ്റ്റമർ പറഞ്ഞത്. ഞാനൊരു കസ്റ്റമറിന് വേണ്ടി ചോദിച്ചപ്പോൾ രണ്ടിന് ഒരു PLC ഊരി മറ്റേതിൽ വെച്ച് അത് നന്നാക്കി ഒരെണ്ണം കംപ്ലൈന്റ് ഉള്ളപ്പോൾ അവർ മാറിയില്ലായിരുന്നു. പിന്നെ അതൊന്നൊരു ബാങ്കിലൊരു ലോണും പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അവര് ഒരു പാർട്ണർഷിപ്പ് കമ്പനിയായിരുന്നു, സ്ഥാപനമായിരുന്നു. ഒരു 4-5 പാർട്ണർമാരുണ്ടായിരുന്നു. അതിൽ ഓരോരുത്തർ പിരിഞ്ഞ് അങ്ങനെ വന്നിട്ട് പൂട്ടിയതാണ്. അപ്പോൾ